ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചായൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നമുക്കൊരു 10 സ്നാക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് കേട്ടോ. കാരണം നമ്മളിത് മധുരമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കറിയൊന്നും കൂട്ടിയിട്ടല്ല ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഇതേപോലെ ബോൾസ് ആക്കി വെക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ അതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പൊടി ഇട്ട് കൊടുക്കണ്ട, പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആകെ കരിഞ്ഞിതാവും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾ എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിന് മൂടി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തിനേക്കാളൊക്കെ അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും മതി. തേങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം ഒന്നും നല്ലോണം വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡി. രാവിലെ നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും, ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്ടലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേളൊന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.